Hi dear friends, welcome back to TravelLoversByMunna. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ ഒരു 2 ആഴ്ച മുന്നേ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പേര് എന്നോട് അതിൻ്റെ ഫുൾ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഇത് കാണാൻ ഇഷ്ടമുള്ളവർക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ഫുൾ വീഡിയോ വാച്ച് ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പമുള്ള 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ല പോലെ നല്ല പോലെ പതഞ്ഞ് പൊന്തണ പോലെ നല്ല പോലെ ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ ഈ പഞ്ചസാര പൊടിക്കണതിന് മുന്നേ ഈ ഒരു കപ്പിൽ തന്നെ ഫുൾ എടുക്കണം, എന്നിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ചീശെ ആയിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഫുള്ള് മൊത്തം ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ പൊടിച്ചു വെച്ച പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്ത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. ലാസ്റ്റ് ഉണ്ടായിരുന്ന പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്തിട്ട് അത് നല്ല പോലെ ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതിപ്പോൾ 1 കപ്പ് മൈദ, അതിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ. കളർ കൂടുതൽ കിട്ടണമെങ്കിൽ വേണമെങ്കിൽ കൊക്കോ പൗഡർ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ ഒരു 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഉണ്ട്. ഞാൻ ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടില്ല. ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് ഒരു 2-3 പ്രാവശ്യം ഇതേപോലെ അരിച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോയമ്പത്തൂർ മിക്സിലേക്ക് കുറച്ചീശെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഈ പൊടി ഇട്ടതിന് ശേഷം ഓവറായിട്ട് ബീറ്റ് ചെയ്യാനും പാടില്ല, സ്ലോലി ഇട്ടിട്ട് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. സ്ലോലി ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ ഇനി അതിലേക്ക് ഞാൻ 1/4 കപ്പ് കൊണ്ട് കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കുറച്ച് നല്ല പോലെ ബീറ്റ് ചെയ്തിട്ട് ഓയിൽ തന്നെ ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇനി ബാക്കിയുള്ള പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇനി കൈകൊണ്ട് ഇളക്കി കൊടുക്കണമല്ലോ, ബീറ്റിങ് ചെയ്യണില്ല. നല്ല പോലെ ഒന്ന് കൈകൊണ്ട് കുറച്ച് ടൈം ആക്കി കഴിഞ്ഞാൽ തന്നെ ഈ കേക്കിന് നല്ല സോഫ്റ്റ് വരും. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സൊക്കെ നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലാണ് വെക്കണത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുക്കറിൽ ഒരു മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്കറിലാണ് നമ്മളിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ളത് കാണാം. ഇപ്പോൾ ഇതാ കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള കേക്കിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ ഈ കാണുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ സോഡാപ്പൊടി ഇട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് കിട്ടുന്നുണ്ട്. ഇത് കുറച്ച് നേരം നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ലെയറാക്കി മുറിച്ച് അതും എങ്ങനെ ലെയറാക്കണം എന്നുള്ളത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ആയി കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഞാൻ പഞ്ചസാര വെള്ളമാണ് ഞാനിപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കണത്. ഇതായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ടൈം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി വിപ്പിംഗ് ക്രീം റെഡിയാക്കുകയാണ്.
ഇത് ഫ്രീസറിൽ വെച്ചിട്ടുള്ള പാത്രവും അതേപോലെ ബീറ്ററിൻ്റെ ഇതും കൂടിയിട്ടാണ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പാത്രം ഒന്ന് തുടച്ചതിന് ശേഷം പിന്നെ ഇപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമും ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഫ്രീസറിൽ വെക്കുമ്പോൾ. അപ്പോൾ ഇനി നമ്മളിത് നല്ല എന്താ പറയുക തിക്കാക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഞാനിപ്പോൾ ഇവിടെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഇതിൽ പഞ്ചസാരയുടെ എന്താ പറയുക കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വേറെ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല മധുരത്തിന്. ഈ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി ഉണ്ട്, അപ്പോൾ പിന്നെ ഞാൻ ആഡ് ചെയ്തില്ല. പിന്നെ ഞാൻ ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തതും കൂടെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് ബീറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുക ഈ വിപ്പിംഗ് ക്രീം ഇട്ടാൽ. അപ്പോൾ നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇപ്പോൾ ഏറ്റവും മേലത്തെ ലെയറാണ് ഞാൻ ഏറ്റവും അടിയിൽ വെക്കണത് കേട്ടോ. അതിന് ശേഷം കുറച്ചും കൂടെ പഞ്ചസാര വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ക്രീം ആഡ് ചെയ്യുക. നമ്മളിങ്ങനെ എത്ര ലെയർ വേണോ, ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 3 ലെയറാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒന്നും കൂടെ തിന്നാക്കി എടുക്കണമെങ്കിൽ അത്രയും തിന്നാക്കി എടുക്കുക. ഇവിടെ ഒരു 3 ലെയർ എടുത്ത് ഇനി നമ്മളത് സെറ്റാക്കിയിട്ട് കൊണ്ടുവരികയാണ്. ലെയറും വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ സൈഡൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഒന്ന് നല്ല പോലെ ക്രീമൊക്കെ ആഡ് ചെയ്ത് നല്ല സെറ്റാക്കി എടുക്കുക. പിന്നെ അതിന് കഴിഞ്ഞതിന് ശേഷം ഇനി ലാസ്റ്റ് സ്റ്റേജാണ് നമ്മൾ പിന്നെ മേലക്കൂടെ ഞാൻ ഫുൾ ചോക്ലേറ്റ് ഗനാച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ചോക്ലേറ്റ് ഞാനിപ്പോൾ 1 കപ്പ് ചോക്ലേറ്റാണ് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മേലക്കൂടെ ഒഴിച്ചു കൊടുക്കുന്ന ഗ്രാനാച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതോടുക്കനെ നമ്മുടെ കേക്കിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡിസൈനോ എന്ത് വേണമെങ്കിലും കൊടുക്കുക. ഞാൻ സൈഡിൽ ജസ്റ്റ് ചെറിയ പൂക്കളായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് മേലെ നമ്മൾ സിൽവറിൻ്റെ ബോൾസുകളും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതോടുക്കനെ നമ്മുടെ നിങ്ങൾ ചോദിച്ച കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നത്. ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.